കയ്യിലാകെ ഉണ്ടായിരുന്ന നാടക പരിചയം നൽകിയ ആത്മവിശ്വാസം മാത്രം മൂലധനമാക്കി ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ഒരു വടകരക്കാരൻ പയ്യൻ. തുടക്കകാലത്തെ കടുത്ത അവഗണനകളും അപമാനങ്ങളും വിശപ്പിന്റെ വേദനയും കടിച്ചുപിടിച്ച് അവൻ സിനിമ എന്ന കടലിൽ നീന്തി തുടങ്ങി. ഒടുവിൽ മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ അമരക്കാരനായി. 8ഓളം ചിത്രങ്ങളുടെ സ്വതന്ത്ര സംവിധായകനായി അദ്ദേഹം മാറി. അതെ, പ്രശസ്ത സംവിധായകൻ പപ്പൻ നരിപ്പറ്റയുടെ 40 വർഷത്തെ സിനിമാ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായ സിനിമയോടൊപ്പം എന്ന പുസ്തകം വായനക്കാരിലേക്ക് എത്തുകയാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 80കളുടെ തുടക്കത്തിൽ നാട്ടിൻപുറത്തു നിന്നും സിനിമ എന്ന സ്വപ്നം നെഞ്ചിലേറ്റി ചെന്നൈയിലെത്തിയ പപ്പൻ നരിപ്പറ്റയ്ക്ക് എവർഷൈൻ പ്രൊഡക്ഷൻസിന്റെ സെറ്റിൽ നിന്നും മറ്റു ചിലരിൽ നിന്നും നേരിടേണ്ടി വന്നത് വലിയ അവഗണനകളായിരുന്നു. ചോറിങ്ങനെ കുഴക്ക സമയത്താണ് തൊട്ട് പുറകുന്നത് സംവിധായകൻ പറഞ്ഞിട്ടാണോ ഊണ് കഴിക്കുന്നത് എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. തിരിഞ്ഞു നോക്കി. എവർഷൈൻ പ്രൊഡക്ഷൻസിന്റെ മാനേജർ രാമൻകുട്ടിയുടെ മുഖം ഞാൻ ശക്തമായിട്ട് കണ്ടു. തീഷ്ണമായൊരു മുഖം. ഞാൻ ഇവിടുന്ന് വലിഞ്ഞു കയറിയ വന്ന ആളാണെന്നും ആരുമില്ലാതെ ഒരു ഹെൽപ്പില്ലാതെ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നും ഇതിൽ വന്ന ആളല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണോ എന്തോ അറിയില്ല, പുള്ളി എന്നെ ആ ഒരു രീതി ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടായി. എന്നാൽ തളർന്നു പോകുന്നതിന് പകരം എന്തു വന്നാലും സിനിമയിൽ ജയിച്ചു കാണിക്കുമെന്ന വാശിയാണ് അദ്ദേഹത്തിൽ വളർത്തിയത്. അതിജീവനത്തിനായി മറ്റു പലരുടെയും പേരിൽ സിനിമകൾ ചെയ്തു കൊടുത്ത കാലം. ഒടുവിൽ 60ഓളം സിനിമകളിൽ അസിസ്റ്റന്റായും അസോസിയേറ്റീവ് ഡയറക്ടറായും പ്രവർത്തിച്ച പരിചയ സമ്പത്തുമായി കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി. മലബാറിൽ നിന്നൊരു മണിമാരൻ, ജ്വലനം, കരിങ്കണ്ണൻ, തമിഴ് ചിത്രമായ മഴക്കാലം തുടങ്ങി നിരവധി സിനിമകളും ടെലിവിഷൻ പരമ്പരകളും അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിൽ പിറന്നു. ജീവിതത്തിൽ ഒരു നിലയിലെത്തിയെന്ന് അമ്മയെ കാണിക്കാൻ കഴിയും മുൻപേ അമ്മ യാത്രയായത് ഇന്നും അദ്ദേഹത്തിന്റെ മായാത്ത വേദനയാണ്. രാമൻകുട്ടി എന്ന സംവിധായകനിൽ നിന്ന് നേരിട്ട കടുത്ത അനുഭവവും വിശപ്പെല്ലാവർക്കും ഒരുപോലെയാണെന്ന അമ്മയുടെ ഉപദേശവും ഓർത്ത് തന്റെ സെറ്റിൽ വരുന്ന ആർക്കും വയറു നിറയെ ഭക്ഷണം ഉറപ്പാക്കാൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിരുന്നു. അമ്മ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അമ്മ പറയും, നീ എങ്ങനെ ജീവിക്കും, നീ എങ്ങനെ കല്യാണം കഴിക്കണ്ടേ, കല്യാണം കഴിച്ചിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ഈ ഒരു സിനിമ കൊണ്ട് നിനക്ക് സാധിക്കുമോ എന്നൊക്കെ എൻ്റെ അമ്മ ആകുലപ്പെട്ടത് ഞാൻ ഒരുപാട് തവണ എൻ്റെ അമ്മ സങ്കടപ്പെട്ട് നെടുവീർപ്പിടുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു നിലക്ക് എത്തി വരുമ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. അപ്പം അതുകൊണ്ട് അമ്മയുടെ മുമ്പിൽ ഞാൻ ജയിച്ചു അല്ലെങ്കിൽ ഞാനൊരു നിലക്കെത്തി എന്ന് കാണിക്കാൻ എന്നെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. അതൊരു വേദനയായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. തന്റെ ആദ്യ ചിത്രം കണ്ട് എഴുന്നേറ്റ് വന്ന് ഹസ്തദാനം ചെയ്ത മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വാക്കുകളും സിനിമ തനിക്ക് നൽകിയ ഡിഗ്നിറ്റിയുമാണ് ഇന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. പപ്പൻ നരിപ്പറ്റയുടെ ഈ 40 വർഷത്തെ സിനിമാ പോരാട്ടങ്ങൾ വിവരിക്കുന്ന സിനിമയോടൊപ്പം എന്ന പുസ്തകം നാളെ പ്രശസ്ത സിനിമാ താരം ഇന്ദ്രൻസ് പ്രകാശനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.